സെക്കൻഡ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്ക് നമ്മൾ മെനു കോസ്റ്റ് തിയറി നമ്മളോട് പറഞ്ഞ എന്താണ്, എന്തുകൊണ്ടാണ് പ്രൈസസ് സ്റ്റിക്കി ആയിരിക്കുന്ന മെനു കോസ്റ്റ് തിയറി. പ്രൈസസ് ആർ സ്റ്റിക്കി എന്ന് പറഞ്ഞാൽ എന്താ, മാറുന്നില്ല. പ്രൈസസ് സ്റ്റിക്കി ആയിട്ട് മാറാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് ഈ മെനു കോസ്റ്റ് തിയറി നമ്മളോട് പറയുന്നത്. ഓക്കെ, മൻഗീവിൻ്റെ. അപ്പം പൊതുവേ നമ്മൾ ന്യൂ ക്ലാസിക്കൽ അല്ലെങ്കിൽ ന്യൂ കെയ്നീഷ്യൻ കേട്ടോ. ഒരു സെക്കൻഡ് ഇപ്പോൾ വരാവേ. ഓക്കെ, സോ ലിസൺ, വി ആർ കമ്മിങ് ബാക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, പൊതുവേ നമ്മൾ രണ്ട് സ്കൂൾ ഓഫ് തോട്ടുകളുമായി ഭയങ്കര ബന്ധമുണ്ട്. നമുക്ക് പറയാം, ആദ്യത്തെ എന്താണ്, ന്യൂ ക്ലാസിക്കലാണ് അല്ലേ. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലങ്ങളിൽ വന്ന, അല്ലെങ്കിൽ നമ്മൾ ന്യൂ കെയ്നീഷ്യൻസിന് മുമ്പ്. അപ്പോൾ ന്യൂ ക്ലാസിക്കൽസ് പറഞ്ഞു ഭയങ്കരമായിട്ട് എന്താണ്, ഇക്കോണമിയിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ആളുകൾക്ക് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും ഉദ്ദേശിച്ച പോലെ വർക്ക് ചെയ്യില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. നമ്മുടെ ന്യൂ ക്ലാസിക്കൽസ് പറയുന്നത്, റാഷണൽ എക്സ്പെക്റ്റേഷൻസ് പറഞ്ഞത്. ഓക്കെ, ഇനി അതിന് ശേഷം അവരുടെ തിയറിയിൽ ശരിയല്ല, അല്ലെങ്കിൽ അവരുടെ തിയറിയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കെയ്നീഷ്യൻ തിയറിയിലും പ്രസക്തിയുണ്ട്. വേജസും പ്രൈസസും ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ ആകണമെന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ അവ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, വേജസും പ്രൈസും ഭയങ്കര ഫ്ലെക്സിബിൾ ആകുകയില്ല. അല്ലെങ്കിൽ എന്താണ്, മോണിറ്ററി പോളിസിക്ക് സ്കോപ്പ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ന്യൂ കെയ്നീഷ്യൻസ് വന്നത്. അപ്പോൾ അവരുടെ തിയറിയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് സ്റ്റിക്കിനെസ് ഓഫ് പ്രൈസസ് ആൻഡ് വേജസ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാഗറിങ് എന്ന് പറയും. ഓക്കെ, സ്റ്റാഗറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ്, അതല്ലെങ്കിൽ ഭയങ്കര ഡിലേഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അൺസ്റ്റഡി ആയിട്ടുള്ള വേജ് ഇൻക്രീസ്. അപ്പോൾ സ്റ്റഡി ആയിട്ടുള്ള വേജ് ചേഞ്ചസ്, ഇൻക്രീസ് അല്ല, വേജസ് ചേഞ്ചസ്. നമ്മൾ സ്റ്റഡി ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയും, സ്റ്റഡി ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ പ്രൈസ് ലെവൽ കൂടിയോ അതിനനുസരിച്ച് വേജസ് കൂടുന്നു, എപ്പോഴൊക്കെ പ്രൈസ് ലെവൽ കുറഞ്ഞോ അതിനനുസരിച്ച് വേജസ് കുറയുന്നു. സോ ദാറ്റ് ഈസ് സം സോർട്ട് ഓഫ് എ സ്റ്റഡി റെസ്പോൺസ് ഓഫ് ദി വേജസ് ടു പ്രൈസസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അങ്ങനെ പ്രൈസ് ലെവലിനോട് വേജ് റേറ്റ് സ്റ്റഡി ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ. സിങ്ക്രോണമസ് അല്ല, ഫുള്ളി ഫ്ലെക്സിബിൾ അല്ല. ഓക്കെ, അപ്പം വേജസും പ്രൈസസും ഫുള്ളി ഫ്ലെക്സിബിൾ അല്ല. സിങ്ക്രോണമസ് ആയിട്ട് പ്രൈസ് ലെവൽ ചേഞ്ച് ചെയ്യുന്ന അതേ സ്പീഡിൽ അതേ ടൈമിൽ ഒരു കാരണവശാലും വേജസും പ്രൈസും ചേഞ്ച് ചെയ്യില്ല. ദർ വിൽ ബി സം സ്റ്റിക്കിനെസ്, അതുപോലെ തന്നെ ദർ വിൽ ബി സം സ്റ്റാഗറിങ്. ഇതാണല്ലോ നമ്മൾ ന്യൂ കെയ്നീഷ്യൻ തിയറിയുടെ ഒരു കണ്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ഉള്ളിടത്തോളം കാലം, ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാത്തോടത്തോളം കാലം മോണിറ്ററി പോളിസിക്കും ഫിസിക്കൽ പോളിസിക്കും റെലവൻസ് ഉണ്ട്. ദേ ഹാവ് റെലവൻസ് എന്നാണ് ഈ ന്യൂ കെയ്നീഷ്യൻ ഇക്കണോമിക്സിൻ്റെ ഒരു പോളിസി സജഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഈ തിയറിയും അല്ലെങ്കിൽ എൻ്റെ മൈക്രോ എക്കണോമിക് പോളിസി ഇംപ്ലിക്കേഷനെ ഇങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പം ശ്രദ്ധിക്കുക, ഇവരുടെ തിയറി പറയുന്നത് ദർ വിൽ ബി വാട്ട്, പ്രൈസ് സ്റ്റിക്കിനെസ് ഓർ സ്റ്റാഗറിങ് ഓഫ് വേജസ് ആൻഡ് പ്രൈസസ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒത്തിരി മോഡൽ കണ്ടു. ഉദാഹരണം മെനു കോസ്റ്റ് തിയറി കണ്ടു. അതിനു മുമ്പ് നമ്മൾ നോമിനൽ വേജ് സ്റ്റിക്കിനെസ്സിൻ്റെ ഒരു മോഡൽ കണ്ടു. ഈ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് സ്റ്റാഗറിങ് ഓഫ് വേജസ് സംഭവിക്കുന്നത്. അതിൻ്റെ കാരണം വേജ് കോൺട്രാക്റ്റ് ആണോ, അതെങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വി ആർ ഹാവിങ് ആൻ ഇൻട്രൊഡക്ഷൻ. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് under new Keynesian economics is that they remain sticky, and this leaves tremendous significance on the effectiveness of monetary and fiscal policies. അപ്പോൾ വേജസ് എന്ത് ചെയ്യും, സ്റ്റിക്കി ആവുന്നിടത്തോളം കാലം എന്ത് സംഭവിക്കില്ല, പ്രൈസ് ലെവൽ കൂടിയാലും വേജസ് കൂടിയല്ല. അങ്ങനെ കൂടാത്തോടത്തോളം കാലം പ്രൈസസ് കൂടി. അപ്പോൾ അങ്ങനെ വേജ് കുറവായതുകൊണ്ട് എന്ത് സംഭവിക്കാൻ പറ്റും, എംപ്ലോയ്മെൻറ്റ് കൂട്ടാൻ പറ്റും. എങ്ങനെ, പ്രൈസസ് കൂടി, മണി സപ്ലൈ കൂടി, പ്രൈസ് ലെവൽ കൂടി, എംപ്ലോയ്മെൻറ്റ് കൂടി, അങ്ങനെ ഔട്ട്പുട്ടൊക്കെ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് ഈ മോണിറ്ററി പോളിസി ഇൻ്റർവെൻഷൻ്റെ ഒരു സ്വഭാവം. അങ്ങനെ മോണിറ്ററി പോളിസി സക്സസ്ഫുൾ ആക്കാൻ പറ്റും എന്ന് കെയ്ൻസ് പറഞ്ഞു. ലിക്വിഡിറ്റി ട്രാപ്പ് ഉണ്ടെങ്കിൽ സംഭവം മോണിറ്ററി പോളിസി വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ മോണിറ്ററി പോളിസിയും ഫിസിക്കൽ പോളിസിയും വർക്ക് ചെയ്യാൻ പറ്റുകയില്ല, കാരണം വേജസ് ഭയങ്കര ഫ്ലെക്സിബിളാണ്. പീപ്പിളിന് റാഷണൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ന്യൂ ക്ലാസിക്കൽസ്
സ്കൂളിന് വിരുദ്ധമായിട്ട് വൈ പ്രൈസസ് റിമെയിൻ steady or staggering or sticky, including wages, why they remain sticky, and in this context how monetary policy can be effective. അതാണ് ഈ തിയറി നമ്മളോട് പറഞ്ഞു തരുന്നത്. ഏത് ന്യൂ കെയ്നീഷ്യൻ തിയറി നമ്മളോട് പറഞ്ഞു. അപ്പോൾ കെയ്ൻസ് പറഞ്ഞൊക്കെ ശരിയാണ്, കെയ്നീഷ്യൻ അപ്രോച്ചിൽ തെറ്റൊന്നുമില്ല. ന്യൂ ക്ലാസിക്കൽസ് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഫ്ലെക്സിബിൾ അല്ല എന്ന് ആണ് പൊതുവെയുള്ള ഈ ന്യൂ കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഒരു പ്രബോധനം. ഓക്കെ, സോ നൗ several explanation to stickiness of wages and prices were provided by various economists. അപ്പോൾ പല എക്കോണമിസ്റ്റിലും പല തിയറികളും കൊണ്ടുവന്നിട്ടുണ്ട് എന്തുകൊണ്ട് പ്രൈസ് സ്റ്റിക്കിനെസ് ആവുന്നു, എന്തുകൊണ്ട് വേജസ് സ്റ്റിക്കിനെസ് ആവുന്നു. ഓക്കെ, വൺ ലീഡിങ് എക്സ്പ്ലനേഷൻ ഇസ് ദി സ്റ്റാഗേർഡ് പ്രൈസ് ആൻഡ് വേജ് സെറ്റിംഗ്. അതിലൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് സ്റ്റാഗേർഡ് പ്രൈസ് ആൻഡ് വേജ് സെറ്റിംഗ്. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ ഡിലേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ടല്ലാത്ത അൺസ്റ്റഡി ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള വേജ് സെറ്റിങ്ങും പ്രൈസ് സെറ്റിങ്ങും കാരണം ആണ് സംഭവിക്കുക, വേജസും പ്രൈസും സ്റ്റിക്കി ആയിത്തീരുന്നത്. ഓക്കെ, സോ സ്റ്റാഗേർഡ് വേജസ് ആൻഡ് പ്രൈസസ്. ന്യൂ കെയ്നീഷ്യൻ എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റിക്കി പ്രൈസസ് ഓഫൻ എംഫസൈസ് ദാറ്റ് നോട്ട് എവരി വൺ ഇൻ ദി ഇക്കോണമി സെറ്റ്സ് പ്രൈസസ് അറ്റ് ദി സെയിം ടൈം. അപ്പോൾ എല്ലാവരും ഒരേ സമയത്ത് വേജ് പുതുക്കിയല്ല. എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനികളും അല്ലെ എല്ലാ സെക്ടറുകളും ഒരേ സമയത്ത് അവിടെ എന്ത് കാണൂല, വേജസ് കൂടുവോ അല്ലെങ്കിൽ കുറയോ ചെയ്യൂല. ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും വേജസ് കൂടുന്നത് അല്ലെങ്കിൽ വേജസ് കുറയുന്നത്, അല്ലെങ്കിൽ പ്രൈസസ് കൂടുന്നത് അല്ലെങ്കിൽ പ്രൈസസ് കുറയുന്നത്. ഇൻസ്റ്റെഡ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പ്രൈസസ് ത്രൂ ഔട്ട് ദി ഇക്കോണമി ഈസ് സ്റ്റാഗേർഡ്. ഓക്കെ, അൺസ്റ്റഡി എന്നാണ് അതിനർത്ഥം, അൺസ്റ്റഡി. അപ്പോൾ നമ്മളിപ്പം പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മളിപ്പോൾ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ വേജ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ IT സെക്ടറിൽ വേറൊരു സമയത്തായിരിക്കും വേജ് റേറ്റ് കൂട്ടുക, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിൽ വേറൊരു സമയത്തായിരിക്കും വേജ് റേറ്റ്. സോ ഓൾ ദീസ് വേജ് റേറ്റ് സെറ്റിംഗ് ഇൻ ദി റിയൽ എസ്റ്റേറ്റ് സെക്ടർ, ഇൻ ദി ബാങ്കിങ് സെക്ടർ, in the government sector, wage rate in the IT sector, all happens at different times, T1, T2, T3, etc. So inflation happens at sometimes at T1. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇൻഫ്ലേഷൻ T1 സംബന്ധിച്ച് ഇവിടെ T2ലാണ് വേജ് റേറ്റ് കൂടുന്നത്, ഇവിടെ T3ലാണ് കൂടുന്നത്. സമദർ സെക്ടറിൽ വേജ് റേറ്റ് കൂടുന്നില്ലായിരിക്കും, വേജ് റേറ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും വേജ് റേറ്റും പ്രൈസസും അൺസ്റ്റഡി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് മാക്രോ എക്കണോമിക് പോളിസിയിൽ പോലും വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ്നെസ്സിന് വ്യത്യാസമുണ്ടെന്ന് നമ്മൾ കാണാൻ പോകുന്നു. ഓക്കെ, ഇൻസ്റ്റെഡ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് prices throughout the economy is staggered. Staggering complicates the setting of prices because firms care about their prices related to those charged by other firms. Okay, staggering can make the overall level of prices adjust slowly. Okay, delete your time. Overall level of prices adjust how much? Slowly, even when individual price changes frequently. അപ്പോൾ ഇൻഡിവിജ്വൽ പ്രൈസസ് ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം വെച്ചാൽ സെക്ടറിലെ പ്രൈസ് അല്ലെങ്കിൽ സാധനങ്ങളുടെ വിലയൊക്കെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമെങ്കിലും പ്രൈസസ് ഓവറോൾ പ്രൈസ് ലെവൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കോൺസെപ്റ്റ് ഓഫ് സിങ്ക്രണൈസ്ഡ് പ്രൈസ് സെറ്റിംഗ്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷനുമായിട്ട് മാത്രം ഞാൻ പറഞ്ഞു കേട്ടോ, തിയറിയിലുള്ളതല്ലത്. ഈ എങ്ങനെയാണ് സിങ്ക്രണൈസ്ഡ് ആയിട്ട് പ്രൈസ് സെറ്റിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, കൺസിഡർ ദി ഫോളോയിങ് എക്സാമ്പിൾ. സപ്പോസ് ഫസ്റ്റ് ദാറ്റ് പ്രൈസ് സെറ്റിംഗ് ഈസ് സിങ്ക്രണൈസ്ഡ്. In this case, every firm adjusts its price on the first of every month. ഓക്കെ, ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, ജൂൺ മാസം ഫസ്റ്റിനാണ് എല്ലാവരും വേജ് റേറ്റ് റീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് റീസെറ്റ് ചെയ്യും. If the money supplies and aggregate demand rise on May 10, output will be higher on May 10 to June 1 because prices are fixed during this interval. But on June 1, all firms will raise their price in response to the higher demand, ending 3 weeks boom. ഓക്കെ, അപ്പോൾ എന്നാ സംഭവിക്കുന്നത് അറിയാം, ഇവിടെ ഒരു 3 weeks ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ. 3 weeks ഗ്യാപ്പ് ബൂം എങ്ങനെയാണ് വരുന്നത്? കാരണം പ്രൈസസ് കുറഞ്ഞ്, പ്രൈസ് ലെവൽ കൂടി, അല്ലെങ്കിൽ വേജ് റേറ്റ് അതിലൊക്കെ വ്യത്യാസം വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പൾസ് കാരണം പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തു, എംപ്ലോയ്മെൻറ്റ് ഭയങ്കര കൂടി, ഔട്ട്പുട്ട് കൂടി. അപ്പോൾ അങ്ങനെ ഒരു ബൂം അവിടെ ഉണ്ടാവുക. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞുണ്ടല്ലോ, ജൂൺ 1 ആകുമ്പോഴത്തേക്കും എല്ലാവരും വേജ് റേറ്റ് കൂട്ടി, എല്ലാ പരിപാടിയും തീർന്നു, അല്ലേ? ബൂം അവിടെ തീർന്നു. കാരണം എല്ലാം പ്രൈസൊക്കെ കൂടി. ഇനിയൊരു ബൂമില്ല എന്ന് പറഞ്ഞാൽ കാരണം അറിയാം, ഇനി കൂടുതൽ തൊഴിലാളികൾക്ക് കൂലി കൂട്ടി കൂടുതൽ കൊടുത്തുകൊണ്ട് പ്രൊഡക്ഷനും എംപ്ലോയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും. പ്രോഫിറ്റബിൾ അല്ല ഫേംസിനെ സംബന്ധിച്ചിടത്തോളം. സോ ഫേംസ് എന്ത് ചെയ്യും? ഫേംസ് ആ ഒരു ഹയർ എക്കണോമിക് ആക്ടിവിറ്റി അവരവിടെ നിർത്തും. ഒരു സെക്കൻഡ്. അപ്പം ഈ രീതിയിലൊരു ഇവിടെ കാണുന്ന നമ്മൾ എല്ലാവരും ജൂൺ 1 വേജ് റേറ്റ് കൂട്ടുക, എല്ലാവരും.
അപ്പോൾ ഒരു സിങ്ക്രണൈസ്ഡ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രൈസ് ലെവൽ കൂടിയ അത് കഴിഞ്ഞ് നമുക്കൊരു ഇച്ചിരി ഗ്യാപ്പ് വന്നു എന്നാൽ പോലും ആ ഗ്യാപ്പിന് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് വേജ് റേറ്റ് കിട്ടി. സോ സിംഗർ. ഇനി എന്താണ് സ്റ്റാഗേർഡ് എന്ന് പറയുന്നത്? Staggered എന്ന് പറഞ്ഞാൽ സം സോർട്ട് ഓഫ് asymmetric, one firm increases wage rate on May 1st, some other firm on June 1st, another firm on July 1st. Also, that is the real situation we know in every economy. There is no simultaneous increase in the wage rate whenever the price level increases. Okay, so companies have different reasons to change their wage rate. Okay, on different rates, no, on different dates. Okay, now suppose that now we are going to see what is staggered price setting. Not just staggered price setting but also staggered wage setting. Now suppose that price setting is staggered. Half the firms set price on the 1st of each month and half the next 15th. നമ്മൾ വില കൂട്ടുന്നതാണ് നമ്മൾ ചില പത്രക്കാർ പത്രത്തിൻ്റെ വില കൂട്ടുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു പത്രം ആദ്യം വില കൂട്ടും, 2 മാസം കഴിഞ്ഞ് വേറൊരു പത്രം ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇൻപുട്ട് ഭയങ്കര കോസ്റ്റ് കൂടി, നിങ്ങൾ സഹായിക്കണം, ഞങ്ങളുടെ പത്രത്തിൻ്റെ വില 50% കൂട്ടി എന്ന് പറയും. അപ്പോൾ അങ്ങനെ പലയിടത്തും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പല സമയത്താണ്. If the money supply rises on May 10, then half of the firms can raise their price on May 15th. Yet because half of the firm will not be changing their price on the 15th, a price increase by firms will raise that firm's relative price, which will cause it to lose customers. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ഫേം മാത്രം പ്രൈസിൻ്റെ കാര്യത്തില്ല, പ്രൈസസ് മാറ്റി സെറ്റ് ചെയ്തു, ബാക്കി ഫേംസൊന്നും പ്രൈസ് മാറ്റി സെറ്റ് ചെയ്യില്ല. Therefore this firm will probably not raise their prices very much. Okay, so if the May 15th price setters make little adjustment in the prices, then the other firms will make little adjustment when the turn comes to June 1st. Some other firms അങ്ങനെയായിരിക്കും, June 1st. നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒറ്റ കേസേ ഉള്ളൂ. Some firms will be responding at a particular rate to changes in prices by setting their prices on prices. Similarly, some other firms will be setting at it in a different time. Okay, so this means there is unsteady price setting. We call it staggered. Okay, the concept of staggered is very important to understand the theory of staggered wage setting, etc., staggered wage contract, etc. So staggered means unsteady, uneven, what we can say, non-synchronous implementation of price policy by different firms and employees. Okay, so firms in the case of prices, employees in the case of wages. So because of that, the prices and wages remains sticky. Okay, so our question is how prices are becoming sticky. There were a lot of theories. There were several economists who propounded a lot of models. Okay, when you are studying about different models, there will be large number of models. It's very difficult to study all such models, and such models always shows why prices remains sticky. Okay, or justifying the stance of the post-new Keynesians. What is the stance of the new Keynesian? They said that wages are not flexible, as the new classical said. Wages are sticky. Similarly, prices are sticky, so they are staggered. Okay, in this context, there will be relevance for monetary policy and fiscal policy. Okay, so that is the explanation given by this different economists to the conceptualization of new Keynesian models or new Keynesian economics. Okay, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടു, staggering makes the price level sluggish എന്ന് പറഞ്ഞാൽ slow in response, because no firm wishes to be the first to post substantial price increase. ആദ്യം പ്രൈസ് കൂട്ടാൻ ഒരു പത്രക്കാർക്ക് ഇഷ്ടമില്ല. പല പത്രങ്ങളിലും പേര് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ആദ്യം ആര് കൂട്ടും? ഒരു പ്രൈസ് ലീഡർ കൂട്ടും. പ്രൈസ് ലീഡർ is such a firm, it will have a lot of control over the market. So even if it increases price slightly, the consumers will not left away. So we call him a price leader. In a real world situation, there will be a gigantic firm, okay, who has the capacity to increase price without losing the customers. Okay, because customers will be adhering to that particular firm because of the quality of the product produced by it. So in that context, it will have a lot of control over the market. So other firms will let this price leader to set the price. So other firms will know, they will respond only late. So there is no synchronous price setting. There is asynchronous or unsteady or staggered price setting. Okay, so when we are analyzing the staggered price setting, we are just justifying what the new Keynesian economics have said. And now we are coming to staggered wage contract theory. Okay, so
the staggered wage, there is a contract. So something new in this theory is how contracts are reached by firms, okay, to increase or change their prices at different time, so that there will be unsteady wage increase or wage decrease, okay, across different firms, different sectors, etc. And there will not be any what we can say immediate response to price level changes to wages, okay. So wages remain sluggish, as we have mentioned, or they remain unsteady. They will not change simultaneously to changes in price level, mainly because of the contract. You cannot rewrite the contract every time, okay. So that is a message of the theory. When you are analyzing the theory, it's going to explain this theory's content is simple, okay. This theory says that the trade unions and employers usually signs contract about the wage rate, how much wage should be increased or how much wage should be what we can say decrease with changes in the price level. So there will be a preset contract between the trade unions and the employers, okay. So this contract cannot be written change every time when price level changes. Price level may change today, tomorrow, like that. Sorry, uneven changes. So contract condition cannot remain that much, because getting into a contract itself is after big negotiations, arguments, counter arguments, requests, warning, and court intervention. It is because through such lengthy procedures that wage contracts are reached. So we cannot rewrite wage contract every time, okay. So and similarly for across different sectors also, the wage contract proposal, the implementation of the wage increase will be set for different time, for example December 1st, April 1st, March 1st, or September 1st or June 1st, whatever, there will be a date for increasing our dearness allowance, for example. That is a classic case here in the Indian situation. And similarly, what we are seeing that the wage contract, as per the wage contracts entered by different firms, the wage increase happens unsteadily on different months. So that is why we can say that there is no simultaneous increase in the wage rate. Wage rate changes unsteadily, unsynchronously, or what we can say without any particular time framework, okay. So that is what this theory says. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ തിയറി പറയുന്നത്. തിയറിയുടെ ഒരു കോണ്ടസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അതായത് സോറി കേട്ടോ, എല്ലാ ഫേംസും എന്തിലെത്തിച്ചേർന്നു, വേജ് കോൺട്രാക്റ്റിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ദി സ്റ്റാഗേർഡ് വേജ് കോൺട്രാക്ട് തിയറി എക്സ്പ്ലെയിൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഡ്യൂ ടു സ്റ്റാഗേർഡ് ഓർ അൺസ്റ്റഡി വേജ് കോൺട്രാക്ട് സൈൻഡ് ഓർ ടൈം ദാറ്റ് വേജ് റിജിഡിറ്റി occurs. അപ്പോൾ why wage rigidity occurs? Wages are rigid, prices are rigid. This is the basic proposition made by the new Keynesian economists. അപ്പോൾ ന്യൂ കെയ്നീഷ്യൻ ഇക്കോണമിക്സ് പറഞ്ഞ ബേസിക് പ്രൊപ്പോസിഷൻ അതാണല്ലോ. And the wages are steady as well as prices are steady. So in the new Keynesian analysis, one of the causes of nominal wage rigidity is staggered contracts. Okay, അപ്പം എന്താണ് നോമിനൽ വേജ് rigidity? See, what is nominal wage? We know the difference between nominal wage and real wage. When we discussed our basic theory, that is a classical theory, they said that when you are fixing your wage rate in terms of the price level, you can say it is a real wage. But you are fixing your wage rate in terms of what we can say just in rupee terms or currency terms, or then it can describe, we can term it as nominal wage. അപ്പോൾ ഇതാണ് നമ്മുടെ പർച്ചേസിങ് പവർ കണക്കിലെടുത്ത് പ്രൈസ് ലെവലിലെ രൂപയുടെ വാല്യൂ അനുസരിച്ച്, കറൻസിയുടെ വാല്യൂ അനുസരിച്ച് വേജ് സെറ്റ് ചെയ്യുന്ന റിയൽ വേജ് എന്ന് പറയും. ഇനി അതില്ലെങ്കിൽ വെറുതെ 100 രൂപ, 105 രൂപ, 110 രൂപയുടെ മാത്രം കണക്കിലെടുത്ത് പ്രൈസ് ലെവലിൻ്റെ ചേഞ്ച് 10-20% ഒക്കെ കണക്കിലെടുക്കാതെ വേജ് സെറ്റ് ചെയ്യുന്ന നോമിനൽ വേജ് സെറ്റിംഗ് എന്ന് പറയും. അപ്പോൾ അവിടെ നോമിനൽ വേജ് റിജിഡ് ആകാം, 100 രൂപ, 110. Real wage can be rigid, but we are now talking about why nominal wages are rigid, not about real wages. So only because of staggered contracts. As per the staggered contract approach, not all labor unions sign contract at the same time. So since they are not signing it at the same time, it is not necessary that this wage increase or changes will happen at the same time. So this wage increase happens at a different times, okay. So what is the message
it will be giving to the monetary policy authorities. So even if the central bank increases the money supply, price level will goes up, So with respect to that the immediate increase in the price level, wage rate will not go up, because wage contracts, it's wage contract, wage increase time must be fixed at different months. Okay, maybe May, December, like that we discussed that. So price level കൂടിയാലും വേജ് റേറ്റ് കൂടണമെന്നില്ല അന്നേരം, കാരണം കോൺട്രാക്റ്റിൽ ഉടനെ വേജ് റേറ്റ് കൂടാൻ പറയുന്നില്ല. കോൺട്രാക്റ്റ് മെയ് മാസത്തിലും ജൂൺ മാസത്തിലും ഡിസംബർ മാസത്തിലും വേജ് റേറ്റ് കൂട്ടാനേ പറയുന്നുള്ളൂ. അപ്പം നമുക്ക് ജൂലൈ മാസത്തിൽ ഒരു പ്രൈസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേജ് റേറ്റ് ഫിക്സ് ചെയ്യാൻ ഡിസംബറിലാണ് പിന്നെ വേജ് റേറ്റ് കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും സമയം എന്ത് ചെയ്യും, കുറേ കമ്പനികളിലെങ്കിലും വേജ് റേറ്റ് കൂടാതിരിക്കുന്നതുകൊണ്ട് വെൻ ദി പ്രൈസ് ലെവൽ ഇൻക്രീസസ്, ദി വേജ് റേറ്റ്, നോമിനൽ വേജ് റേറ്റ് എന്ന് പറയുന്നത് കൂട്ടുന്നില്ല. പ്രൈസ് ലെവൽ കൂടുന്നതനുസരിച്ച് കൂടാതിരിക്കുന്നതുകൊണ്ട് വേജ് റേറ്റ് കുറഞ്ഞു നിൽക്കുക. വേജ് റേറ്റ് കുറയ്ക്കുമ്പോഴത്തേക്കും സാധനങ്ങളുടെ വില കൂടി, വേജ് റേറ്റ് ആണെങ്കിൽ കുറഞ്ഞു നിൽക്കുക. വില കൂടിയനുസരിച്ച് വേജ് റേറ്റ് കൂടിയില്ലെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു പിന്നെ അറിയാം, ആളുകൾക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തോന്നും. ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫേംസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, ഫേംസ് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അങ്ങനെ പ്രൊഡക്ഷൻ വരും, ഔട്ട്പുട്ട് വരും. സോ ഇറ്റ് ബിക്കംസ് പ്രോഫിറ്റബിൾ ടു ഇൻക്രീസ് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ആസ് എ റിസൾട്ട് സം പോസിറ്റീവ് തിങ്സ് ഹാപ്പൻസ് ഇൻ ദി ഇക്കോണമി. ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഗോസ് അപ്പ്, ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഗോസ് അപ്പ്, output goes up, economic growth rate goes up. So all these good things happen only because of the staggered wage contract. Wages are not simultaneously increasing. In some firms it may have increased, some other firms they remain fixed. So, and this says that monetary policy will have some success, okay, as per the Keynesian prediction, as per the new Keynesian prediction, and as in contrast to the new classical propositions. New classical proposition അവർ പറഞ്ഞു അങ്ങനെയാണല്ലോ, ആളുകൾക്ക് ഭയങ്കര റാഷണൽ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, പ്രൈസസും വേജസും ഭയങ്കര ഫ്ലെക്സിബിളാണ്. ദേ മേക്ക് ഇമ്മീഡിയറ്റ് റെസ്പോൺസസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ചേഞ്ചസ് ഇൻ ദി പ്രൈസ് ലെവൽ. സോ മോണിറ്ററി പോളിസി ഹാസ് നോ സ്കോപ്പ്. സോ ദാറ്റ് വാസ് ദി പ്രൊപ്പോസിഷൻ ഓർ ആർഗ്യുമെൻറ്റ് പുട്ട് ഫോർവേഡ് ബൈ ദി ന്യൂ classical economics, and this is a counter argument created or what we can say made by the new Keynesian school. പിടികിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ആ സ്റ്റാഗേർഡ് വേജ് കോൺട്രാക്റ്റ്, അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ ഓൺ വേജ് ഇൻക്രീസ് ആസ് വെൽ ആസ് ഓൺ ദി വർക്കിംഗ് ഓഫ് മോണിറ്ററി പോളിസി നമുക്ക് ഈ സൈഡിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിൽ കിട്ടിയിരിക്കണം. നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, സോറി. നമുക്ക് ഈ തിയറി വളരെ പെട്ടെന്ന് പഠിക്കാവുന്നുണ്ട്, കാരണം നമ്മൾ ഓൾറെഡി വേജ് സ്റ്റിക്കിനെസ്സിനെ കുറിച്ച്, പ്രൈസ് സ്റ്റിക്കിനെസ്സിനെ കുറിച്ച്, മെനു കോസ്റ്റ് തിയറിയൊക്കെ നമ്മൾ പഠിച്ചു. അതിന് മുമ്പ് നോമിനൽ വേജ് സ്റ്റിക്കിനെസ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ബേസ് തിയറി തന്നെയാണിത്. ഇതിൻ്റെ ഫ്രെയിം വർക്ക് നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. Because that type of a basic level of explanation is not yet because covered already. Two related theory, menu cost theory, അതുപോലെ സ്റ്റിക്കി മണി വേജ് തിയറി, ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരുന്ന ഡയഗ്രമൊക്കെ വെച്ച് അതേ കോൺസെപ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ തിയറിയും സ്റ്റാഗേർഡ് വേജ് കോൺട്രാക്ട് തിയറിയും നമുക്ക് പഠിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും തോന്നുന്നില്ല. ഓക്കെ, sorry. The staggered and overlapping wage contracts or work-based wage contracts are set in different periods of time. It's another cause of stickiness of wages. Staggering can cause overall adjustment of wages to be slow. Okay, അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ ഇത് തന്നെയാണ്. The same way the staggering of prices wherein firms set price of their products different time periods. Another reason behind stickiness of prices. Stickinessum staggering ഒക്കെ നമ്മൾ കാണുവാണ്. അതിനകത്ത് an important model that depicts staggered wage contract was introduced എന്നാണ് John B. Taylor in his article published in 1997. 2 articles then published ചെയ്തിട്ടുണ്ട്. So in his staggered contract, Taylor considered aggregate nominal demand indexation as a source of nominal wage rigidity. He assumed that nominal wage fixed over the time of the contract level that depends on the expected price and expected future demands. Output. Okay, അപ്പോൾ എങ്ങനെയാണ് മൊത്തത്തിൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് വേജ് കോൺട്രാക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള അപ്രോച്ചാണ് ടൈലറിൻ്റെ. ടൈലർ ഭയങ്കര പ്രശസ്തനായ ആളാട്ടോ. പ്രശസ്തൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടൈലർ റൂളൊക്കെ നമുക്ക് ഭയങ്കര പ്രധാനപ്പെട്ട മോണിറ്ററി പോളിസി ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ചാണ്. അപ്പോൾ പുതിയ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മോഡേൺ മാക്രോ എക്കണോമിക്സിലെ ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള, പ്രത്യേകിച്ച് മോണിറ്ററി എക്കണോമിക്സിലെ വളരെ ആക്റ്റീവായിട്ടുള്ള
ആളാണ് ടൈലർ. ഓക്കെ, അപ്പോൾ ടൈലർ പറയുന്ന എന്താണ്, വേജ് കോൺട്രാക്ട്സ് ആർ സ്റ്റാഗേർഡ്. ദാറ്റ് ഈസ് നോട്ട് ഓൾ വേജസ് ഇൻ ദി ഇക്കോണമി ആർ മെയ്ഡ് ഇൻ ദി സെയിം ടൈം, മെയ്ഡ് അറ്റ് ദി സെയിം ടൈം. അപ്പോൾ സ്റ്റാഗേർഡ് ആണ്. വെൻ മേക്കിംഗ് വേജ് decisions, firms as well as unions look at the wage rate which are set at other firms and which will be in effect during their contract period. അപ്പോൾ എപ്പോഴും സ്വാഭാവികമായിട്ട് ഇങ്ങനെ തന്നെയാണല്ലോ, വേജ് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ള ഫേംസിൽ എങ്ങനെയാണ് വേജ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നത്, എന്താണ് അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ, അതനുസരിച്ചാണ് ട്രേഡ് യൂണിയൻസും ഫേംസും വേജ് കോൺട്രാക്റ്റിൻ്റെ നെഗോസിയേഷനിൽ എൻഗേജ് ചെയ്യുകയും അതിനുശേഷം വേജ് കോൺട്രാക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും. സോ ദർ ഇസ് സം സോർട്ട് ഓഫ് എ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് ഓർ വാട്ട് വി ക്യാൻ സേ എ പാറ്റേൺ സെറ്റിംഗ് വൈൽ എൻഗേജിങ് ഇൻ വാട്ട് വി ക്യാൻ സേ വേജ് കോൺട്രാക്ട്. ഓക്കെ, ഇത് രണ്ടും ടൈലറുടെ മോഡലിൻ്റെ ബേസിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ. നമുക്ക് ഔട്ട്റൈറ്റ് ആയിട്ട് ആ മോഡലിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, നമ്മളത് പഠിക്കേണ്ട കാര്യമില്ല. മോഡലോ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ കുറേ മോഡൽസ് നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ, ദി മാക്രോ എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഓഫ് ടൈലർ മോഡൽ ഇസ് ദാറ്റ് ഇറ്റ് ഇൻട്രൊഡ്യൂസ് നോമിനൽ വേജ് rigidity in the economy. If all wages and prices are perfectly flexible, then money is neutral and the classical dichotomy holds. But in the case of staggered wages, there is rigidity and dichotomy and decision holds. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ അറിയാം, നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഡൈക്കോട്ടമി ഇല്ല എന്ന് പറഞ്ഞാൽ മണി സപ്ലൈ കൂട്ടിക്കഴിഞ്ഞാൽ പ്രൈസസ് കൂടി വേജ് റേറ്റ് കുറയുന്നില്ല. മനസ്സിലായല്ലോ? കാരണം എന്താ, സ്റ്റാഗറിങ്. അപ്പോൾ എന്ത് വരും, ഔട്ട്പുട്ട് കൂടും, എംപ്ലോയ്മെൻറ്റ് കൂടും. അപ്പം ഡൈക്കോട്ടമി ഇല്ല അല്ലേ? അങ്ങനെ ഡൈക്കോട്ടമി ഇല്ലാതിരിക്കുന്നത്. അപ്പം ക്ലാസിക്കൽ ഡൈക്കോട്ടമി വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ കെയ്ൻസ് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഇതാണ് ന്യൂ ഇക്കണോമിക്സ്, ന്യൂ കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഒരു എന്താണ് അപ്രോച്ച്. അപ്പോൾ എന്തുകൊണ്ട് കെയ്നീഷ്യൻ തിയറി ശരിയാണ്? ബിക്കോസ് വേജസ് ആർ നോട്ട് ഫ്ലെക്സിബിൾ ഓർ പ്രൈസസ് ആർ നോട്ട് ഫ്ലെക്സിബിൾ, ദേ ആർ റിജിഡ്, ദർ ഈസ് സ്റ്റിക്കിനെസ് ആസ് വെൽ ആസ് ദർ ഈസ് സ്റ്റാഗറിങ്. അപ്പോൾ സ്റ്റാഗറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിയൽ ആയിട്ട് നമ്മൾ പറയല്ലേ, മൈക്രോ ഇക്കണോമിക്സ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ മാക്രോ എക്കണോമിക് ആയിട്ടുള്ള അതിൻ്റെ വർക്കിംഗ് കൂടിയിട്ട് ശരിക്കും ട്രേഡ് യൂണിയൻ ഫേംസ് ഡിസ്കഷൻ എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ മൈക്രോ എക്കണോമിക്സ് വരുന്ന ശരിയല്ലേ? വേജ് സെറ്റിംഗ് ഒക്കെ മാക്രോ എക്കണോമിക്സ് വരുന്നതല്ല. അതൊക്കെ ബേസിക്കലി ഒരു മാർക്കറ്റ് ലെവൽ വരെയുള്ളത് മൈക്രോ എക്കണോമിക്സിലാണ്, ശരിയല്ലേ? ഹൗസ് ഹോൾഡ്, ഫേംസ്, മാർക്കറ്റ് എല്ലാം മൈക്രോ എക്കണോമിക്സിലാണ്. നമ്മളീ പഠിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം മൈക്രോ എക്കണോമിക്സിലാണ്. So actually when you are developing some microeconomic theory, it will have some microeconomic foundations. Okay, ഇപ്പം ഒരു ശരിക്കും 1970s തൊട്ടുള്ള ഈവൻ റാഷണൽ എക്സ്പെക്ടേഷൻ സ്കൂൾ തൊട്ടുള്ള ആൾക്കാർ ആ മൈക്രോ എക്കണോമിക് ഫൗണ്ടേഷൻസ് വെച്ച് മാക്രോ എക്കണോമിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിച്ചവരാണ്. അതുകൊണ്ട് പുതിയ തിയറികളിലെല്ലാം നമുക്ക് ആ ഒരു ട്രെൻഡ് കാണാൻ പറ്റും. സോ വെനെവർ യു ആർ ഡെവലപ്പിംഗ് സം മൈക്രോ എക്കണോമിക് തിയറി, യു വിൽ മേക്ക് എ ഡീപ്പ് എക്സ്കവേഷൻ to test whether your macroeconomic propositions are correct in accordance with the tool deployed by microeconomics. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൻ്റെ കോൺസെപ്റ്റിൽ ശരിയാണോ? അത് ശരിയാണെങ്കിൽ മാത്രം നമുക്ക് ആ തിയറി എംപിരിക്കലി കറക്റ്റാന്ന് പറയാൻ പറ്റില്ല. ഏത് തിയറി? മാക്രോ എക്കണോമിക് തിയറി. ഹിയർ ഓൾസോ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ വേർ ദി മൈക്രോ എക്കണോമിക് തിയറി ഡെവലപ്പർ ഹാസ് മേഡ് എ മൈക്രോ എക്കണോമിക് അനാലിസിസ് ടു എക്സ്പ്ലെയിൻ an economy wide trend. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റാഗറിങ്ങിൻ്റെ എന്നുള്ള കോൺസെപ്റ്റിനെ നിങ്ങൾ ആ രീതിയിൽ കാണണം. എവിടെ? മൈക്രോ എക്കണോമിക് ഫൗണ്ടേഷൻസ് ഒക്കെ ഉൾപ്പെടുത്തി വേണം കാണാൻ. ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നത്. ഒരു സെക്കൻഡ്. ഓക്കെ, എ മോണിറ്ററി ഡിസ്റ്റർബൻസ് അഫക്ട്സ് ഡിമാൻഡ് ആൻഡ് ഔട്ട്പുട്ട് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് കോൺട്രാക്ട് അണ്ടിൽ എ ന്യൂ കോൺട്രാക്ട് ഈസ് നെഗോസിയേറ്റഡ്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടിനെ ഡിമാൻഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എപ്പോഴാണ്? പുതിയൊരു കോൺട്രാക്റ്റ് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ വേജ് റേറ്റ് കൂടുന്നവരെ, പ്രൈസിൽ വേജ് റേറ്റ് കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മണി സപ്ലൈ കൂടി എന്ത് സംഭവിക്കുന്നു? മണി സപ്ലൈ കൂടി, പ്രൈസ് ലെവൽ കൂടി. അപ്പോൾ അങ്ങനെ വേജ് കൂടാതെ എംപ്ലോയ്മെൻറ്റ് കൂടി, ഔട്ട്പുട്ട് കൂടി, കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നു. മോണിറ്ററി പോളിസിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു. ആരെ? ഔട്ട്പുട്ടിനെയും ഡിമാൻഡിനെയും. ഓക്കെ, സപ്പോസ് ദി monetary authorities reduce the money supply in the economy, which reduce agreed demand or output. This requires proportional adjustment nominal wages to meaningful employment. Since the wage contracts are staggered, wage adjustment is very slow in response to changes in aggregate demand and output. This makes nominal wages sticky. Okay, so nominal wages sticky to what? To prices, as well as there is no simultaneous increase or change in nominal wages. Okay, അപ്പോൾ ഇതാണ്
സ്റ്റാഗേർഡ് വേജ് കോൺട്രാക്ട് തിയറി. അത്യാവശ്യം നമ്മൾ പറയുന്നത് വേജ് കോൺട്രാക്റ്റ് ഒന്നും സൈമൾട്ടേനിയസ് ആയിട്ട് വരുന്നതല്ല എന്നുള്ളതാണ്. ഈ മോഡൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി നമ്മളൊരു മോഡൽ പോലും ഉപയോഗിക്കുന്നില്ല. കാരണം സിലബസിനെ സംബന്ധിച്ചോളം അതിനകത്ത് മോഡലൊന്നും കാര്യമായിട്ട് പറയുന്നില്ല. പറയുവാണെങ്കിൽ ഏതെങ്കിലും ടൈലറിൻ്റെ മോഡൽ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ടൈലറിൻ്റെ മോഡലായിട്ട് ഒരു കോൺസെപ്റ്റായിട്ട് ഇത് ചോദിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 4 കോൺസെപ്റ്റുകൾ ഒരുമിച്ചാണ് നമുക്ക് തന്നേക്കുന്നത് ഒരു മോഡലിൻ്റെ ഒരു ഭാഗമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണത് നമ്മൾ ആ രീതിയിൽ എടുത്താൽ മതി. കൂടുതൽ നമുക്ക് വർക്ക് ലോഡ് സിലബസ് ഇഷ്ടംപോലെ ഭയങ്കര കൂടുതലാണല്ലോ. അതുകൊണ്ട് ഇത് ഈ ലെവലിൽ പരിമിതപ്പെടുത്താനാണ് എനിക്ക് താല്പര്യം. ഇനി അതല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ടൈലറിൻ്റെ മോഡൽ പഠിക്കുക തന്നെ ചെയ്യും. പക്ഷേ നമുക്കിപ്പോൾ അത് ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിപ്പോൾ സമയം കുറവുണ്ട്, സിലബസ് ഓൾറെഡി ഭയങ്കര വാസ്റ്റാണ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ടൈലറിൻ്റെ മോഡൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് നോക്കിയാൽ മതിയായിരിക്കും. അങ്ങനെ സിലബസിൽ പറയുന്നില്ല അത്. ഓക്കെ, so that is about this topic, staggered wage contract theory, and stop it.